Hi friends, welcome back. ഇന്നത്തെ വീഡിയോ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കേക്ക് പുഡിംഗ് ആണ്. കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണിത്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ കാണാം. ഇത് ഉണ്ടാക്കാനായി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നല്ലപോലെ ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായാൽ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇനി ഇതുപോലൊരു ടിന്നോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ ബൗളോ എടുക്കാം. ഇതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഫ്ലാൻ ഉണ്ടാക്കാനായി ഒരു 3 മുട്ടയും 1/4 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നല്ലപോലെ ഇതൊരു വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര അലിയുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പെട്ടെന്ന് റെഡി ആവണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച ടിന്നിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അരിച്ചൊഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ കേക്ക് ഉണ്ടാക്കാനായി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് പതഞ്ഞ് വന്നാൽ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ല പോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദ മിക്സ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് അരിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തൊന്ന് അരിച്ചെടുത്ത് എഗ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതൊരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ചുലോ വെച്ച് പതുക്കെ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച എഗ് മിക്സിൻ്റെ മുകളിലായി ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടാകും, ഇത് രണ്ടും കൂടി മിക്സായി പോകുമെന്നുള്ളത്. അത് പേടിക്കേണ്ട ആവശ്യമില്ല, പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് ഇതിൻ്റെ മുകളിലായി ഒരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ഇനി ഒരു കത്തി കൊണ്ടോ ഒരു ഫോർക്ക് കൊണ്ടോ ഇതിൻ്റെ മുകളിലായി ഹോൾസ് വെച്ച് കൊടുക്കാം. ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത് കൊണ്ടാണ്. ഇനി സ്റ്റീമർ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കേക്ക് ടിൻ ഇറക്കി കൊടുത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഇതൊരു 30-35 മിനിറ്റ് കൊണ്ട് റെഡിയാവും. ഇതിപ്പോൾ ഒന്ന് റെഡിയായോ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീമറിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുക്കാം. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ വേഗം തന്നെ ഡിമോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഒരു കത്തി വെച്ച് ഇളക്കി കൊടുക്കാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. സൂപ്പർ ടേസ്റ്റുള്ള കേക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാർട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിംഗ് റെസിപ്പിയാണിത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലെയറോട് കൂടി തന്നെ നമുക്ക് കിട്ടും. ചൂടോടുകൂടിയും അതുപോലെ തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു പുഡിങ്ങാണിത്. ഇതുവരെ കാരമൽ കേക്ക് പുഡിംഗ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.